കാലവർഷത്തിന്റെ വരവറിയിച്ച് തെക്കൻ കേരളത്തിൽ കനത്ത മഴ. തിരുവനന്തപുരം നഗരത്തിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട്. 4 ദിവസത്തിനുള്ളിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എത്തുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി മുഖ്യമന്ത്രി. ഇടുക്കി കീരിത്തോട്ടിൽ 17കാരൻ മുങ്ങി മരിച്ചു. മനുഷ്യജീവനെടുത്ത വീണ്ടും ആനക്കലി. അതിരപ്പള്ളിയിൽ പുല്ലേർക്കാട് സ്വദേശി മോഹനനെ ആന ചവിട്ടിക്കൊന്നു. ഫെൻസിംഗ് തകരാർ പരിഹരിക്കാത്തതിൽ വഴി തടഞ്ഞ നാട്ടുകാരുടെ പ്രതിഷേധം. യോഗം വിളിച്ച വനമന്ത്രി. കർണാടകയിൽ DK ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞ ജൂൺ 3-ന്. മകന മന്ത്രിസഭയിൽ സുപ്രധാന വകുപ്പടക്കം ഉപാധികൾ വെച്ച് സിദ്ധരാമയ്യ. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം പുരോഗമിക്കുന്നു. മാസപ്പടി കേസിൽ നടപടി കടുപ്പിക്കാൻ ED. വീണ ടിയുടെ ലോക്കർ തുറന്ന് പരിശോധിക്കും. ഉടൻ സമൻസ് അയക്കും. റെയ്ഡിൽ ലഭിച്ച തെളിവുകൾ കോടതിക്ക് കൈമാറും. സംസ്ഥാനത്ത് NIA റെയ്ഡ് പരിശോധന. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിൽ തെരച്ചിൽ. മലപ്പുറത്ത് സ്ഫോടക വസ്തു എത്തിച്ച കേസിൽ റെയ്ഡ് ആരംഭിച്ചത് പുലർച്ചെ 5 മണിക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്വർണ്ണപ്പാളി സാമ്പിളുകളുടെ പരിശോധനാ ഫലം SITക്ക്. പാളികൾ മാറ്റിയതായി കണ്ടെത്തിയില്ലെന്ന സൂചന. അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് ദേവസ്വം മന്ത്രി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ള ഗൗരവത്തിലെടുക്കുമെന്നും K മുരളീധരൻ. കോൺഗ്രസ് നേതാവ് KP ധനപാലൻ അന്തരിച്ചു. മുതിർന്ന CPM നേതാവ് TP ദാസനും വിടവാങ്ങി. മുൻമന്ത്രി TU കുരുവിളിയുടെ സംസ്കാരം നാളെ. നേതാക്കളെ അനുസ്മരിച്ച് രാഷ്ട്രീയ കേരളം. ടാറ്റയെ സിംഗൂരിലേക്ക് മടക്കിയെത്തിക്കാൻ BJP നീക്കം. ബംഗാൾ നിക്ഷേപ സൗഹൃദമെന്ന സന്ദേശം നൽകാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ. ടാറ്റയുടെ നിലപാട് കാത്ത് സംസ്ഥാന സർക്കാർ.